ഇത് പ്രിയ പ്രേക്ഷകർ, ഈ ഘട്ടത്തിൽ എന്നോടൊപ്പം ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. പരിസ്ഥിതി പ്രവർത്തകനായ ഹമീദ് അലി വാഴക്കാടാണ് ചേരുന്നത്. ശ്രീ ഹമീദ് അലി, ഈ തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടന ഘട്ടത്തിന് മുമ്പ് തന്നെ ഈ പാതയുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഈ പാത കടന്നു പോകാൻ പറ്റുന്ന ഒരു ഭൂമിശാസ്ത്രപരമായ ഘടനയാണോ ഇവിടെ ഉള്ളത് എന്നതായിരുന്നു അതുമായി ബന്ധപ്പെട്ട് വിമർശനം. നമുക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുക എന്നത് സാധ്യമല്ല. വികസന പ്രവർത്തനങ്ങൾ കാലാനുസൃതമായ ആവശ്യകതയാണ്. പക്ഷേ അപ്പോഴും അത് പൂർത്തിയാക്കേണ്ടത് അപകടങ്ങൾ ഇല്ലാതെ ഏറ്റവും സുരക്ഷിതമാകുന്ന തരത്തിലാണല്ലോ. അതിന് പറ്റിയൊരു പശ്ചാത്തലമായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്? ഒന്നാമതായി, ഞാനൊരു ടണൽ വിരുദ്ധനല്ല. ഇന്ത്യയിലെ പ്രധാന ടണലുകളിലൂടെ ടണൽ വരുന്നതിന് മുന്നേയും ടണൽ വന്നപ്പോഴേ അതിൻ്റെ ഗുണങ്ങളും അനുഭവിച്ചൊരു യാത്രികൻ കൂടിയാണ് ഞാൻ. ഹിമാലയ യാത്രകളിൽ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ കൊങ്കൺ വഴി പോകുന്ന സമയങ്ങളിൽ ധാരാളം ടണലുകൾ കവർ ചെയ്ത് പോകുമ്പോഴേ നമ്മുടെ യാത്ര എത്ര സുഖകരമായി, എത്ര സൗകര്യമായി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു ടണൽ വിരുദ്ധനോ റോഡുകൾ വികസിക്കുന്നതിൽ പ്രയാസമുള്ള ഒരാളോ അല്ല. പക്ഷെ ഇവിടെ നമ്മൾ ഈ തുരങ്കപാതയിൽ ഒന്നാമതായി അറിയേണ്ടത് തുരങ്കം എന്തിനാണ് നമ്മൾ നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യമാണ്. കേരളത്തിൽ ജനങ്ങൾ മുഴുവൻ, ഒരുപക്ഷെ എഞ്ചിനീയറിംഗ് വിദഗ്ധർ വരെ, ഞാൻ കഴിഞ്ഞ 2 മാസം മുന്നേ ഒരു വീഡിയോ ടണലുമായി ബന്ധപ്പെട്ട്, ഈ കള്ളാടി തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് ചെയ്ത സമയത്ത് ഒരു കാര്യം അതിൽ പറയുകയുണ്ടായി. തുരങ്കത്തിന് എതിരായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നില്ല. എങ്ങനെയാണ് വയനാട്ടിലേക്ക് തുരങ്കപാത ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് യാത്ര എങ്ങനെയായി തീരും എന്ന ഒരു അവലോകനമായിരുന്നു ആ ഒരു വീഡിയോ. ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബഹുഭൂരിപക്ഷം മനുഷ്യരും തെറ്റിദ്ധരിച്ചത് എത്ര ആഴത്തിലാണ് എന്നുള്ളത്. ഒന്നാമത്തെ തെറ്റിദ്ധാരണ, വയനാട്ടിലേക്ക് ഒരു തുരങ്കം, ഈ മേപ്പാടി തുരങ്കം ഉണ്ടായിക്കഴിഞ്ഞാൽ വയനാട്ടിലേക്ക് ഇനി കയറ്റം ഇല്ല. ഇതായിരുന്നു എല്ലാവരുടെയും തെറ്റിദ്ധാരണ. രണ്ടാമത്തേത്, നമ്മൾ അതിവേഗതയിൽ കോഴിക്കോട് നിന്ന് താമരശ്ശേരി ചുരം കയറി പോകുന്നതിനേക്കാൾ വേഗതയിൽ നമ്മൾ വയനാടിൻ്റെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ തുടങ്ങിയ 3 പ്രധാന നഗരങ്ങളിൽ എത്തിച്ചേരും എന്നുള്ള ധാരണയായിരുന്നു. അതായത് വളരെ അടുത്തേക്ക് നമ്മൾ എത്തിച്ചേരും, വയനാട് വളരെ കൈവെള്ളയിൽ ഇങ്ങനെ പിടിക്കുന്ന ഒരു ദൂരത്തേക്ക് എത്തിച്ചേരും എന്ന ഒരു തെറ്റിദ്ധാരണയും ഉണ്ട് എന്ന് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഒന്നാമത്തെ കാര്യം, ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ മുനമ്പാണ്, പടിഞ്ഞാറൻ തെക്ക് ഭാഗത്തുള്ള പടിഞ്ഞാറൻ മുനമ്പാണ് ഈ വയനാട് എന്ന് പറയുന്നത്. അതായത് പീഠഭൂമിയിലേക്കാണ് നമ്മൾ കയറുന്നത്. പശ്ചിമഘട്ടം യഥാർത്ഥത്തിൽ വയനാട് മുതൽ, കൃത്യമായി പറഞ്ഞാൽ മലപ്പുറം ജില്ലയുടെ നാടുകാണി ചുരത്തിൻ്റെ മുകളിൽ തൊട്ട് അങ്ങ് തപ്പി വരെ വെസ്റ്റേൺ ഘാട്ട് എന്ന് പറയുന്നത് ഒരു മലനിരയെ അല്ല. യഥാർത്ഥത്തിൽ അത് പശ്ചിമഘട്ടം എന്ന് വിളിക്കുന്നത് ഘാട്ട് ആണ്. ആ ഘാട്ട് എന്ന് പറയുന്നത് ഒരു പടവുകളാണ്. ഡക്കാൻ പീഠഭൂമിയിൽ നിന്ന് കടലിലേക്കുള്ള പടവുകൾ. ആ പടവിൻ്റെ താഴ്വാരത്താണ് നമ്മൾ ഈ പറയുന്ന കൊങ്കൺ മുതൽ നമ്മൾ കോഴിക്കോട് വരെയുള്ള സ്ഥലങ്ങളെല്ലാം നിൽക്കുന്നത്. അപ്പോൾ വയനാട് 9ാം വളവിൽ നിന്ന് താഴേക്ക് കാണുന്നത് കേരളത്തിൻ്റെ താഴ്ഭാഗം, അല്ലെങ്കിൽ നമ്മൾ പാൽച്ചുരത്തിൽ നിന്ന് താഴെ കൊട്ടിയൂർ അമ്പലം കാണുന്നത് കേരളത്തിൻ്റെ താഴ്ഭാഗം, അല്ലെങ്കിൽ സുബ്രഹ്മണ്യപുരം ചുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് കാണുന്നത് മംഗലാപുരം, ഗോവയിലെ ചുരങ്ങളുടെ മുകളിൽ നിന്ന് താഴെ കാണുന്നത് ഗോവയിലെ താഴ്വാരങ്ങൾ. ഇതാണ് വെസ്റ്റേൺ ഘാട്ടിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഘാട്ടിൻ്റെ മുനമ്പിൽ, ഈ ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അതിരിൽ ഘാട്ടിൻ്റെ കാടുകൾക്കിടയിൽ ധാരാളം പർവ്വതങ്ങളുണ്ട്, മലനിരകളുണ്ട്. വയനാട് താമരശ്ശേരി ചുരം കയറി വരുമ്പോൾ അവിടെ ഒരു സ്വാഭാവികമായ ചുരമാണ് നമ്മൾ കയറുന്നത്. അവിടെ ഒരു മലയുടെ മുകളിലേക്കല്ല എത്തിച്ചേരുന്നത്, 700 മീറ്റർ ഉയരത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അത് ഡക്കാൻ പീഠഭൂമിയാണ്. അപ്പോൾ വലതു ഭാഗത്ത് ചമ്പ്രാമലയും ഇടത് ഭാഗത്ത് ബാണാസുര മലയുമാണ് കാണുന്നത്. അപ്പം 2 മലയുടെ ഇടയിലേക്ക് ഈ ഒരു സ്വാഭാവികമായ ചുരം കയറി വരുന്നു. ഇനി പാൽച്ചുരമാകട്ടെ, പേരിയ ചുരമാവട്ടെ, അവിടെ കണ്ണൂർ കുറ്റ്യാടി ചുരമാവട്ടെ, ഈ ചുരങ്ങളെല്ലാം ഓരോ മലയിടുക്കുകളിലേക്ക് കയറി ചെല്ലുകയും എന്നിട്ട് വയനാടിൻ്റെ ഉൾഭാഗത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നു. അപ്പം നാച്ചുറലായിട്ട് ഒട്ടനവധി വഴികൾ വയനാട്ടിലേക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്നുണ്ട്. അപ്പോൾ അതിലൊന്ന്, ഇപ്പോൾ കക്കയം വഴി കയറി പോകാം. ആ കാട്ടുപാത അടഞ്ഞു കിടക്കുന്നു, ആ പാത തുറക്കണം എന്നല്ല പറയുന്നത്. ആ പാത വന്യജീവികളുടെ വിഹാര കേന്ദ്രങ്ങളാണ്. അതാണ് ഇന്നത്തെ മലബാർ വന്യജീവി സങ്കേതം. അതോടൊപ്പം തന്നെ പൂഴിത്തോടിൽ നിന്ന് പടിഞ്ഞാറത്തറയിലേക്ക് ഒരു സ്വാഭാവികമായ കാട്ടുപാതയുണ്ട്.
ഇതുപോലെ തന്നെ നിലമ്പൂരിൽ നിന്ന് മുണ്ടേരിയിലേക്ക്, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മുണ്ടേരിയിൽ നിന്ന് മേപ്പാടിയിലേക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള പടിയുണ്ട്. അല്ലെങ്കിൽ മരുതിലാവ് നമ്മുടെ ഈ താമരശ്ശേരി ചുരത്തിന്റെ തന്നെ തുഷാരഗിരിയിലേക്ക് പോകുന്ന വഴിയിൽ മരുതിലാവിൽ നിന്ന് നമുക്ക് ചുണ്ടയിലേക്ക് ഒരു കാട്ടുപാതയുണ്ട്. അപ്പൊ സ്വാഭാവികമായ ഇത്തരത്തിലുള്ള പാതകളിലൊന്നും തുരങ്കത്തിന്റെ ആവശ്യം വരില്ല. തുരങ്കം എപ്പോഴാണ് വന്ന് ചേർന്നത്? ഈ താമരശ്ശേരിയിൽ നിന്നും നമ്മൾ കയറി പോകുന്ന നിലവിലുള്ള റോഡിൽ തുരങ്കമില്ലാതെ ഇനി അവിടെ ഒരു തുരങ്കം നമുക്ക് പണിയാൻ പറ്റുമോ? അതാണ് സ്വാഭാവികമായിട്ടും ഇതിലെ സാധാരണക്കാർ ഇത് കേൾക്കുന്ന ആളുകൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഒരു ചോദ്യം പോലെ ഞാൻ പറയട്ടെ. താമരശ്ശേരിയിലെ അടിവാരത്ത് നിന്ന് ഒരു തുരങ്കം നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ തുരങ്കത്തിന്റെ അപ്പുറം എത്തണമെങ്കിൽ നമ്മൾ ഈസ്റ്റേൺ ഘാട്ട് തുറന്ന് സേലത്തോ അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിലെ മേൽഭാഗത്ത് അല്ലെങ്കിൽ കർണാടകയുടെ അങ്ങേ ചെരുവിൽ ബേ ഓഫ് ബംഗാളിന്റെ ഭാഗത്തേക്ക് എത്തും. അതായത് നമ്മൾ താമരശ്ശേരി ചുരം കയറി 700 മീറ്റർ മുകളിൽ എത്തിയിരിക്കുന്നു. അപ്പൊ അതിന്റെ മേലേക്ക് തുരങ്കം ഉണ്ടാക്കാൻ ഇവിടെ എന്തുകൊണ്ട് സാഹചര്യമുണ്ടായി? യഥാർത്ഥത്തിൽ ഈ നിലവിലുള്ള ആനക്കാംപൊയിൽ വരെയുള്ള ഈ ചുരം പാത അതൊരു ചുരം പാതയാണ്, അത് കയറ്റമാണ്. മുക്കത്ത് നിന്ന് നമ്മൾ ഇരുവഴിഞ്ഞിപ്പുഴ കടന്നു കഴിഞ്ഞാൽ ആദ്യം എത്തുന്ന തിരുവമ്പാടി മുതൽ പതുക്കെ, അത് ഏകദേശം ഒരു കടൽ നിരപ്പിൽ നിന്ന് 40 മീറ്റർ ഉയരത്തിൽ നിന്ന് 680ഓളം മീറ്റർ ഉയരത്തിലേക്ക് പുല്ലൂരമ്പാറ വഴി നമ്മൾ കയറി ചെന്ന് ആനക്കാംപൊയിൽ വരെ എത്തുമ്പോൾ സ്വാഭാവികമായും സാവകാശത്തിലൊരു കയറ്റവും, ആനക്കാംപൊയിൽ നിന്ന് ഈ മുത്തപ്പൻ പുഴയിലേക്ക് വലിയൊരു കയറ്റവും, മുത്തപ്പൻ പുഴയിൽ നിന്ന് ഇപ്പോൾ തുരങ്കപാതയുടെ മുഖമാകുന്ന കള്ളാടിയിലേക്ക് മറ്റൊരു കയറ്റവുമാണ്. ഇതിന്റെ ഗ്രേഡിയന്റ്, ഇതിന്റെ ചെരിവുകൾ വളരെ സാവകാശത്തിലാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് വളരെ ഒരു വലിയ കയറ്റം നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ പതുക്കെ കയറി വരും. ഒരു ഉദാഹരണത്തിന് അപ്പോൾ ശ്രീ ഹമീദ് അലി, അപ്പോൾ അങ്ങനെയെങ്കിൽ ആ സാധ്യതയെ പ്രയോജനപ്പെടുത്താനായിരിക്കുമോ ഒരു പക്ഷേ ഈ തുരങ്കപാതയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്? അതെ. അപ്പോൾ ഇവിടെ സേലത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് നമ്മൾ സാവകാശം 900 മീറ്റർ ഉയരത്തിലേക്ക് കയറി പോകുന്നത് അറിയാത്തതുപോലെ മുക്കത്ത് നിന്ന് ആനക്കാംപൊയിൽ വഴി ഈ പറയുന്ന കള്ളാടിയിലേക്ക് അപ്പൊ എത്തിച്ചേരുന്ന സ്വർഗം കുന്ന് എന്ന് പറയുന്നത് വെള്ളരിമല, അല്ലെങ്കിൽ പല പേരുകൾ വാവിൽ മല എന്നൊക്കെ വിളിക്കുന്ന ഒരു 3 ജില്ലകളുടെ സംഗമ ഭൂമിയായ ഒരുപക്ഷെ വെസ്റ്റേൺ ഘട്ടിൽ അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള, അതോടൊപ്പം തന്നെ അതീവ ലോല പ്രദേശം എന്ന് വിളിക്കുന്ന ഒരു മലയുടെ താഴ്വാരമാണ് ഈ സ്വർഗം കുന്ന് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ മുത്തപ്പൻ പുഴ എന്ന് പറയുന്നത്. അനേകം വാട്ടർഫാൾസ് ഉള്ള ഇരുവഴിഞ്ഞിപ്പുഴയുടെ തുടക്കമായി കണക്കാക്കാവുന്ന, ഒരുപക്ഷെ ചാലിയാറിലേക്ക് ഏറ്റവും വെള്ളം ഒഴുകി വരുന്ന പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചരിവിൽ അനേകം മടക്കുകളുള്ള, എനിക്കൊരു ഗുണം, ഞാൻ ഇതിന്റെ താഴ്വാരത്ത് 20 കിലോമീറ്റർ മാറിയാണ് താമസിക്കുന്നത്. ഈ മലയടിവാരങ്ങൾ മുഴുവനും എൻ്റെ പഠനകാലം തൊട്ട് തന്നെ ആനക്കാംപൊയിൽ നിന്ന് വെള്ളരിമലയുടെ താഴ്വാരത്തേക്കും ഈ പറയുന്ന സ്വർഗം കുന്നിലേക്കൊക്കെ കിലോമീറ്ററുകൾ നടന്ന് നമ്മൾ മല കയറി എത്തിക്കഴിയുന്നത് 900 കണ്ടിയിലേക്കോ അരുണമലയിലേക്കോ അല്ലെങ്കിൽ തൊട്ടുപുറത്തുള്ള വെള്ളരിമലയുടെ അങ്ങേ ചെരിവിലുള്ള ഏതെങ്കിലും ഒരു ഇന്നത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസുകളുണ്ട്. അട്ടമല, അരുണമല, ഈ പുത്തുമല, അങ്ങനെയുള്ള മലയുടെ അങ്ങേ ചെരിവ് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമാണ് മേപ്പാടിയിലേക്ക് എത്തുന്നത്. അപ്പം അവിടെ ഒരു തടസ്സമായി നിൽക്കുന്ന ഈ ഒരു മല തുരന്നു കഴിഞ്ഞാൽ നമുക്ക് 8 കിലോമീറ്റർ തുരന്നു കഴിഞ്ഞാൽ മീനാക്ഷിയിലേക്ക് അല്ലെങ്കിൽ കള്ളാടിയിലേക്ക് എത്തിച്ചേരും. അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊരു നാച്ചുറൽ വേ ആയിരുന്നില്ല. അതായത് ഒരു മനുഷ്യൻ ഒരു ട്രക്കിംഗ്, എന്നെ പോലെ ട്രക്കിംഗ് ചെയ്യുന്നവർ കയറി വയനാട്ടിലേക്ക് ഇറങ്ങിപ്പോയി എന്നല്ലാതെ സ്വാഭാവികമായി ട്രൈബ്സ്, ഇപ്പുറത്തുള്ള ട്രൈബ്സ്, ആനക്കാംപൊയിൽ ധാരാളം ട്രൈബൽ കമ്മ്യൂണിറ്റികളുണ്ട്. ഈ ട്രൈബൽ കമ്മ്യൂണിറ്റികളോ അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ കക്കാടംപൊയിൽ എന്ന് പറയുന്ന സ്ഥലത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഓടക്കയം വെറ്റിലപ്പാറ ഭാഗത്തുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയോ വയനാട്ടിലെ ഈ മേപ്പാടിലെ ട്രൈബൽ കമ്മ്യൂണിറ്റിയുമായിട്ട് നാച്ചുറൽ കണക്റ്റഡ് ഇല്ല. അവർക്ക് ആ കമ്മ്യൂണിറ്റിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നിലമ്പൂർ മുണ്ടേരിയിലെ മനുഷ്യരായിട്ടാണ്. അപ്പോൾ നിലമ്പൂർ മുണ്ടേരിയിലെ മനുഷ്യർക്ക് സ്വാഭാവികമായ ഒരു പാത, അതുവഴിയാണ് മൃതദേഹങ്ങൾ മുണ്ടക്കൈ ദുരന്തമുണ്ടായ സമയത്ത് ഒഴുകി ചാലിയാറിലേക്ക് വന്നത്. അതായത് മേപ്പാടിയുടെ ഒരു നാച്ചുറൽ സ്ലോപ്പ് എന്ന് പറയുന്നത് അത് നിലമ്പൂർ വാലിയിലേക്കാണ്. വാലി എന്ന പദം ബോധപൂർവ്വം ഉപയോഗിക്കുന്നതാണ്. നിലമ്പൂർ ഒരു വാലി ആയിട്ടാണ് ബ്രിട്ടീഷുകാർ കണക്കാക്കിയത്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന തുരങ്കം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ ഒരു പെട്ടെന്ന് ഒരു എന്താണ് നമുക്ക് വയനാട്ടിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളല്ലേ ഞാൻ. അതൊരു സ്വാഭാവിക വഴിയുമായിരുന്നില്ല. പക്ഷെ തുരങ്കത്തിന്റെ തുടക്കം വരെയുള്ള പാതയ്ക്ക് ഒരു സുഖമുണ്ട്. അതൊരു നാച്ചുറൽ ആയിട്ട് നമുക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.